ആ നാമധേയത്തിലുള്ള ഈ മഹത്തായ സ്ഥാപനം സ്വാഭാവികമായും ഈ ഷെഡിൽ ഒതുങ്ങാനുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ മദീന പള്ളി നമുക്കൊക്കെ അറിയാം. അത് ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇന്നും അത് ഈന്തപ്പന ഓല കൊണ്ട് തന്നെ നിൽക്കണമെന്ന് ഒരിക്കലും നാം വാശി പിടിക്കാറില്ല. കാരണം എന്ത്? കാലത്തിന്റെ കുത്തൊഴുക്കനുസരിച്ച് സാഹചര്യങ്ങൾ വിശാലമാകുമ്പോൾ അതിനനുസരിച്ചുള്ള വിസ്തൃതിയും അതിനനുസരിച്ചുള്ള വളർച്ചയും ഉയർച്ചയും ആവാം എന്ന് പറഞ്ഞത് തന്നെ ഈ ഈന്തപ്പന മട കൊണ്ട് പള്ളി ഉണ്ടാക്കിയ റസൂലാണ്. മൻ സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ഒരു നല്ല കാര്യം ഒരാൾ നടപ്പിലാക്കി. ആ നല്ല കാര്യം എന്താണ്? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അന്ന് അറബി കോളേജുകളും ബിരുദം കൊടുക്കുന്ന സംവിധാനങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായ സംവിധാനത്തെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ തീരുമാനിച്ചപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫലഹു അജ്റുഹാ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്കുണ്ട്. ഇന്നത്തെ പുതിയ ആളുകൾ പറയുന്നത് എന്താണെന്നത്, പുതിയ കാര്യങ്ങൾ എന്തുകൊണ്ടുവന്നാലും അത് തള്ളാനാ പറയും. അങ്ങനെയാണെങ്കിൽ ആദ്യം തള്ളേണ്ടത് ഇവരെയൊക്കെയാണ്. കാരണം അക്കാലഘട്ടത്തിൽ അറബി കോളേജ് ഇല്ല. ഫാറൂഖിന്നും സുല്ലമിയെന്നൊക്കെ പറഞ്ഞു വരുന്ന ഇത്തരം ആളുകൾക്ക് എവിടുന്ന് കിട്ടി ബിരുദം? റസൂലുള്ള ആർക്കാണ് ബിരുദം കൊടുത്തത്? അങ്ങനെ ഒരു പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയുടെ ദിനത്തിൽ വെച്ച് അംഗീകാരം കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷെ ഈ പേരിൽ ആര് കൊടുത്തു? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൽ സുന്നത്തായ കാര്യങ്ങൾ, ഇസ്ലാം നിരോധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു. ഈ ദീനിൽ പെട്ടിട്ടില്ലാത്ത കാര്യം, ദീനിൽ പെട്ടതൊക്കെ പുതുതാക്കി കൊണ്ടുവരാം. ഏതുപോലെ മുമ്പൊക്കെ നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതേപോലെ വാതിന്റെ സദസ്സുകളിലൊക്കെ വരുമ്പോ പായ വിരിച്ചിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഉണ്ടായിരുന്നത്. പായ വിരിച്ചിട്ട് പിന്നീട് കാലങ്ങൾ മാറി പലർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, മുട്ടുവേദനയായി, നടുവേദനയായി, ബുദ്ധിമുട്ടായപ്പോഴോ അത് കസേര സംവിധാനത്തിലേക്ക് മാറി. ഇന്ന് ദർസുകളിൽ പോലും ഉസ്താദ് കസേരയിൽ ഇരിക്കും, വിദ്യാർത്ഥികൾ ബെഞ്ചിലിരിക്കും. മുമ്പ് അങ്ങനെയല്ല, ഉസ്താദും പാലിരിക്കും, വിദ്യാർത്ഥികളും പാലിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ പുതിയതാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. ഇതുപോലെ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരിക്കലും ഇങ്ങനെ ചെറിയ ബിൽഡിങ്ങിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. മദീനയിലെ രാജകുമാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ വസല്ലമ അന്ന് പണിഞ്ഞ പള്ളി ഈന്തപ്പന ഓല കൊണ്ടുള്ളതാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിശാലമായ വിസ്തൃതിയിൽ എല്ലാ നിലയിലും സൗകര്യത്തോടു കൂടിയുള്ള ആ പള്ളിയായി മാറി ആളുകളുടെ ബാഹുല്യം വരുന്നു. ഇതുപോലെ നമ്മുടെ ഈ ദാറുൽ മുസ്തഫ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളാകുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും ആ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായ ഹസ്തങ്ങൾ കൊണ്ടും ഈ സ്ഥാപനങ്ങൾ വളരണം. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളർന്നത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഓരോ സ്ഥലത്തു നിന്നും ഓരോ ആക്ഷേപങ്ങളുടെ ശരവർഷങ്ങൾ നാനാഭാഗത്തു നിന്നും ഇല്ലാത്ത അബദ്ധ ജടിലങ്ങളാകുന്ന വാദഗതികൾ നടത്തി ആക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ട് അപ്പോഴൊക്കെ നമ്മളെങ്ങനെ ആക്ഷേപ സ്വരത്തിൽ കല്ലുകൾ എറിയാൻ തുടങ്ങി. ഈ കല്ലുകളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചറിയാൻ തീരുമാനിച്ചില്ല. ആ കല്ലുകളൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടി. എവിടെ നിന്നെല്ലാം ആക്ഷേപങ്ങൾ വന്നോ അതൊക്കെയും നാം സഹനത്തോടെ ക്ഷമിച്ചു, അതെല്ലാം സ്വീകരിച്ചു. ഓരോരുത്തരും ഇങ്ങനെ എറിയാൻ തുടങ്ങി, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എറിയാൻ തുടങ്ങി. ആ കല്ലുകളൊക്കെ കൊണ്ട് നാം ഏറുകൊണ്ട് തിരിച്ച് ആ കല്ല് എറിഞ്ഞില്ല, തിരിച്ചു കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയപ്പോ ആ ഒരുമിച്ച് കൂട്ടിയതിന്റെ പേരാണ് മർകസു സഖാഫത്തി സുന്നിയ്യ. കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായി, ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള സർവകലാശാലയായി, ലോകത്തിലെ തന്നെ മാതൃകാപരമായ സ്ഥാപനമായി അത് മാറിയെങ്കിൽ അത്രയും എതിർപ്പുകൾ അതിനുണ്ടായി. ആ എതിർപ്പുകളെയും സഹനത്തോടെയും ക്ഷമയോടെയും കണ്ടതിന്റെ പേരിൽ ഇതുപോലെ സ്ഥാപനത്തിന് എതിർപ്പുകൾ ഉണ്ടെന്നല്ല, എല്ലാവരും നല്ല നിലയിൽ സഹായിക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. അത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് ഈ നാട്ടിന്റെ ആത്മീയമായ രംഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് പറയുമ്പോൾ ഈ നാട്ടുകാർക്ക് ഇതിനെതിരാണെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള നാട്ടുകാരും ഇവിടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിലും നാട്ടുകാർക്കും എല്ലാവിധ സഹായവും സഹകരണങ്ങളും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോ
സ്ഥാപനങ്ങളും വളർന്നത് ഓരോ ആളുകൾ ചിലപ്പോൾ നന്മക്ക് മുന്നിട്ടിറങ്ങുന്നവർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ പ്രാവശ്യം പുനലൂർ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിയാഖ് ജോലിയുടെ കെയറോഫിൽ പോയ പരിപാടിയാണ്. ഒരു സഹോദരി അടുത്ത കൊല്ലത്തേക്ക് ആടും അരിയും ഒക്കെ പറഞ്ഞു. പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആശ്വാസത്തിന്റെ ഒരു കരസ്പർശം നൽകാമെന്ന് വെച്ചിട്ട് നിങ്ങളാ കഴിയുന്ന എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരി ജമുക്കൈ മൂരി കമ്മൽ ഊരിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് വഴി വെച്ചെടുത്തുണ്ടാവും. എന്തിനാ ഈ പണി? കൊടുക്കണ്ട, അങ്ങോട്ട് കൊടുക്കണ്ട, നേരെ തിരിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞാൽ അവരെ പതുക്കെ ഇബ്ലീസിന്റെ വള ചെയ്ത് തിരിച്ചു വിട്ടു. അങ്ങനെയുള്ള വഴിമുടക്കുകൾ ഉണ്ടാകും. ഏതോ ആവട്ടെ, ഏതായാലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സ്ഥാപനം വളരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രാവശ്യവും സലാത്തിന് വരുമ്പോൾ ഭീമമായ ഒരു സംഖ്യ നമ്മുടെ സ്ഥാപനത്തിന് ചെലവുണ്ട്. കസേര വകുപ്പിലും മറ്റെണ്ണത്തിലും മൈക്ക് പിന്നെ സ്വന്തമായിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഞാനും മൈക്ക് കൊണ്ട് വന്നുകൊണ്ട് അതിനൊരു വിഷയം വരുന്നില്ല. ഏതായാലും കസേരയുടെ ഒരു ചെലവ് അതിൽ ബാധിച്ച ചെലവായി വരും. ചിലപ്പോൾ 10 കസേരയ്ക്ക് ഒരു കസേരയ്ക്ക് 3 രൂപയല്ലേ ആവുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു 3 രൂപ അത് പലതവണ ആകുമ്പോഴും അത് 3000 മാറും. ആ 3000 തന്നെ 10 വട്ടമാകുമ്പോൾ എത്രയായി? 30,000. അതുകൊണ്ട് കണക്കെല്ലാം നല്ല പഠിച്ചിരിക്കുക പരീക്ഷ ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അടുത്ത പ്രാവശ്യത്തേക്ക് അള്ളാഹു തരും നമുക്ക് വേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, എങ്ങനെ കൊടുക്കും എന്നൊക്കെ ശങ്കയായിരിക്കാം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് അൽ കബീർ റിഫായിയെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് ഏതായാലും ഈ മജ്ലിസിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു പരാമർശിച്ചതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. പിന്നീട് ദിക്റിന്റെ മജ്ലിസ് ആയതുകൊണ്ട് മാലാഖമാരുടെ അനുശൂലമായ പ്രവാഹം കൊണ്ട് ധന്യമാണ് ഈ മജ്ലിസ് എന്നതും ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാൻ അറിയുന്നില്ലെങ്കിലും നമ്മളൊക്കെയും ദുആ ചെയ്യുമ്പോൾ ആമീൻ പിടിക്കാൻ മാലാഖമാരുടെ അകമ്പടിയുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു തരുന്നവനും അള്ളാഹു കൊടുക്കുന്നവനും അള്ളാഹു. ചിലർക്ക് അള്ളാഹു കൊടുത്തു നോക്കും, ചിലപ്പോൾ കൊടുക്കാതെ നോക്കും. കൊടുത്തവർക്ക് തന്നെ ചിലപ്പോൾ അള്ളാഹു ഒരു രോഗം ഇട്ട് കൊടുക്കും. ഇപ്പൊ ഞാൻ വണ്ടിയിലോട്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ വണ്ടി ഓടിച്ചു വന്ന ആ സുഹൃത്തിന്റെ വളരെ അടുത്ത ഒരു കൂട്ടുകാരൻ ഗൾഫിലായിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ അൽഹംദുലില്ലാ തെറ്റില്ലാത്ത നല്ലൊരു ജീവിതമായിരുന്നു. പെട്ടെന്ന് 2 കിഡ്നിയും ഫൈലറായി. എന്ത് ചെയ്യും? ഒരു ഭീമമായ സംഖ്യ തന്നെ ചികിത്സ ചെലവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വളരെയധികം വലിയ ബുദ്ധിമുട്ടുള്ള വിഷയം. ഈ അടുത്ത സമയത്ത് ക്യാൻസർ ബാധിച്ച് വളരെ വളരെ അവശനായ ഒരു 15 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്റെ കൂടെ പഠിച്ച ആ സുഹൃത്തിന്റെ മകനാണ്. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാണ്. ഒറ്റ ഒത്തു മുടങ്ങാതെ അസുഖം വരുന്നത് വരെ നിസ്കരിച്ച പയ്യൻ, 15 വയസ്സും. ആ രംഗം കണ്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ പകച്ചുപോയി. അപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ച ഒരു കാരുണ്യ പ്രവർത്തനം. അതായത് ഇപ്പൊ 4-5 CD-കൾ എന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതില് അത്തയ്യബ പബ്ലിക്കേഷൻസ് ആണ് അത് ഇറക്കുന്നതെങ്കിൽ 70 രൂപ വിലയിട്ട് ഇറങ്ങുന്ന ആ CD-യിൽ 35 രൂപ അവർക്ക് കൊടുക്കും. ബാക്കി 35 രൂപ എനിക്കാണ് പറഞ്ഞിട്ട് അവർ തരാറുണ്ട്. ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ നാവ് തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ നാവ് നന്മയ്ക്കും ജനോപകാരത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണം. പൈസ അല്ലാഹു നമുക്ക് തരും. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് സാമ്പത്തിക കടങ്ങളൊക്കെ വരും, അത് സ്വാഭാവികമാണ്. വ്യക്തിപരമായ നിലയിൽ നിങ്ങൾക്കുള്ളതുപോലെ എനിക്കും ഉണ്ടാവും ഭീമമായ സംഖ്യകൾ കടം. പക്ഷെ അതൊക്കെയും ഒരു ഭാഗത്ത് കിടക്കും, അത് വേറെ ഭാഗം. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇതുപോലുള്ള ക്യാൻസർ രോഗികൾക്കായിക്കോട്ടെ എനിക്കതിന് 5 വിഷയം. ഇതുവരെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ